ഹായ് എവ്രി വൺ, വെൽക്കം ടു ഗ്രോ മലയാളം. അപ്പം ഓൺലൈനിൽ ഫുഡൊക്കെ വാങ്ങാൻ നേരത്ത് എന്നെ പോലെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകാറുണ്ടോ? അപ്പോൾ എന്ത് വാങ്ങണം എന്നൊക്കെ ഓർത്ത് നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ലാസ്റ്റ് ബിരിയാണി തന്നെ ഓർഡർ ചെയ്തേക്കാന്ന് വെക്കും. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ? അപ്പം ഇതുപോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് വരുമ്പോഴും പല ആളുകൾക്കും സെയിം കൺഫ്യൂഷൻ ഉണ്ട്. കാരണം എന്താണ്, നമ്മുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഇല്ലേ? ലൈക്ക് ഇപ്പോൾ ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, സെക്ടറൽ ഫണ്ട്സ്, അങ്ങനെ പലതും. അപ്പം നമ്മൾ ഫുഡിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ തെറ്റായ ഒരു ഓപ്ഷനാണ് എടുക്കുന്നതെങ്കിൽ ടേസ്റ്റ് ഇല്ലാത്തതാവും നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ടേസ്റ്റിനെ പറ്റി മ്യൂച്വൽ ഫണ്ട് ഏതാണെന്ന് അറിയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇന്ന് നമ്മൾ 2025 ഇന്ത്യയിലെ ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, അതുപോലെ സ്മോൾ ക്യാപ് കാറ്റഗറിയിലെ 2 ടോപ്പ് മ്യൂച്വൽ ഫണ്ട്സ് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. സോ അതിനു മുമ്പ് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോയുടെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല, നമ്മളിവിടെ എടുത്തു പറയുകയാണ്. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ആദ്യം നമുക്ക് 3 കാറ്റഗറി മ്യൂച്വൽ ഫണ്ട്സ് ഒന്ന് മനസ്സിലാക്കാം. അതായത് ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, അതുപോലെ തന്നെ സ്മോൾ ക്യാപ്. അപ്പൊ ആദ്യം ലാർജ് ക്യാപ് എന്താണെന്നുള്ളത് പറയാം. ലാർജ് ക്യാപ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് റെപ്യൂട്ടേഷനുള്ള കമ്പനീസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ്. അതായത് ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പനികൾ, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിലേക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് വെൽത്ത് ജനറേറ്റ് ചെയ്യുന്ന കമ്പനികളിലേക്കാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റിട്ടേൺസ് ലഭിക്കണം, അതുപോലെ തന്നെ മോഡറേറ്റ് ലെവൽ റിസ്ക് എടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ഇൻവെസ്റ്റർ ആണെങ്കിൽ ഈ ഒരു ഫണ്ട് നല്ലതാണ്. ഇപ്പോൾ സെബിയുടെ റെഗുലേഷൻ പ്രകാരം ഈ ഒരു ഫണ്ടുകൾ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് 80% ലാർജ് ക്യാപ് സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ലാർജ് ക്യാപ് ഫണ്ട് എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് മിഡ് ക്യാപ് ഫണ്ട്സ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ മിഡ് ക്യാപ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി മീഡിയം സൈസ് കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ്. അതായത് റിസ്ക്കും ഗ്രോത്ത് പൊട്ടൻഷ്യലൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. സോ ഈ ഒരു കമ്പനികൾക്ക് ഭാവിയിൽ ലാർജ് ക്യാപ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിലവിൽ ലാർജ് ക്യാപ്പിനേക്കാളും കൂടുതൽ വോളറ്റിലിറ്റി ആണ് ഈ ഒരു കമ്പനികൾക്കൊക്കെ ഉള്ളത്. അപ്പം സെബിയുടെ റൂൾ അനുസരിച്ച് ഈ ഒരു ഫണ്ട് കുറഞ്ഞ 65% അസറ്റ് മിഡ് ക്യാപ് സ്റ്റോക്സിലേക്ക് നിർബന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ച് 101 മുതൽ 250 വരെ റാങ്കിംഗ് ഉള്ള കമ്പനീസിലേക്ക്. ഇനി ലാസ്റ്റ് വൺ ആണ് സ്മോൾ ക്യാപ് ഫണ്ട്സ്. സ്മോൾ ക്യാപ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ ക്യാപ് സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അപ്പോൾ സ്മോൾ ക്യാപ് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ ബേസിൽ 250 താഴെ റാങ്കിംഗ് ഉള്ള കമ്പനീസ് ആണ്. സോ ഈ ഒരു സ്റ്റോക്സ് ഒക്കെ മെയിൻലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇക്വിറ്റി ഫണ്ട്സ് ആണ് സ്മോൾ ക്യാപ് ഫണ്ട്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫണ്ടൊക്കെ വളരെ നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് റിസ്ക്കും വോളറ്റിലിറ്റിയും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോങ് ടേമിൽ നല്ല റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാനെന്ന് ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ഈ ഒരു ഫണ്ട് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ സെബിയുടെ റെഗുലേഷൻ പ്രകാരം സ്മോൾ ക്യാപ് ഫണ്ട് അവർ കുറഞ്ഞത് 65% അസറ്റ് സ്മോൾ ക്യാപ് സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. സോ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, അതുപോലെ സ്മോൾ ക്യാപ് എന്നുള്ളത് മനസ്സിലായില്ലേ? സോ ഇനി നമുക്ക് വേഗം ഓരോ കാറ്റഗറിയിലും ടോപ്പ് 2 മ്യൂച്വൽ ഫണ്ട്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ടോപ്പ് 2 ലാർജ് ക്യാപ് ഫണ്ട്സ് നോക്കാം. ആദ്യം നമുക്ക് നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ് ഫണ്ട് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് റിസ്കോമീറ്റർ നോക്കാം. അപ്പം എന്താണ് ഇവിടെ റിസ്കോമീറ്റർ എന്ന് പറഞ്ഞാല്, ഒരു ഫണ്ടിൽ എത്രത്തോളം റിസ്ക് ഉണ്ടെന്ന് വിഷ്വലി നമുക്ക് കാണിച്ചു തരുന്നതാണ് ഈ റിസ്കോമീറ്റർ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫണ്ട് റിസ്കോമീറ്റർ കാണിക്കുന്നത് വെരി ഹൈ റിസ്ക് ലെവൽ എന്നാണ്. ഇനി നമുക്ക് ഈ ഒരു ഫണ്ട് ടോപ്പ് 5 സ്റ്റോക്ക് ഹോൾഡിംഗ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഫണ്ട് ടോപ്പ് സ്റ്റോക്ക് ഹോൾഡിംഗ്സ് വരുന്നത് HDFC ബാങ്ക് ലിമിറ്റഡ്, ICICI ബാങ്ക് ലിമിറ്റഡ്, റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ITC ലിമിറ്റഡ്, ഇൻഫോസിസ് ലിമിറ്റഡും ആണ്. ഇനി ഇവിടെ ടോപ്പ് 5 സെക്ടേഴ്സ് വരുന്ന ബാങ്ക്സ്, IT സോഫ്റ്റ്വെയർ, ഡൈവേഴ്സിഫൈഡ് FMCG, പവർ, അതുപോലെ പെട്രോളിയം പ്രൊഡക്ട്സും ആണ്. ഇനി നമുക്ക് പെർഫോമൻസ് ബെഞ്ച് മാർക്കായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പൊ അവിടെ എന്താണ് ഇവിടെ ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ, ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് ഹൗസ് ഓരോ ഫണ്ടിനും ബെഞ്ച് മാർക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു റെഫറൻസ് ഇൻഡെക്സിന് എഗ്നസ്റ്റ് ആയിട്ട് പെർഫോമൻസ് കമ്പയർ ചെയ്യാനായിട്ട്. സോ ഇങ്ങനെ ഓരോ ബെഞ്ച് മാർക്ക് ഉള്ളതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഫണ്ട് ബെഞ്ച് മാർക്കിന് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ബെറ്റർ ആയിട്ടാണോ പെർഫോം ചെയ്യുന്നത്, അതോ പെർഫോമൻസ് മോശമാണോ എന്നുള്ളത്. സോ ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് ഒരു കമ്പാരിസൺ പോയിന്റ് പോലെയാണ്. സോ നമ്മളിപ്പം നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ് ഫണ്ട് പെർഫോമൻസ് അവരുടെ ബെഞ്ച് മാർക്ക് അതിൽ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫണ്ട് കൺസിസ്റ്റന്റ്ലി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1, 3, 5, 7 അതുപോലെ 10 വർഷത്തെ പീരീഡിൽ ബെഞ്ച് മാർക്ക് അതുപോലെ കോമ്പറ്റേറ്റേഴ്സിനെ മറികടന്നിട്ടുണ്ട്. സോ ഈ ഒരു ഫണ്ട് എത്ര നല്ല രീതിയിൽ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇനി നമുക്ക് ക്രിട്ടിക്കൽ റേഷ്യോസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഇമ്പോർട്ടൻറ്റ് റേഷ്യോസ് ആണ് നോക്കുന്നത്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഷാർപ്പ് റേഷ്യോ, സോർട്ടിനോ റേഷ്യോ, അതുപോലെ തന്നെ ബീറ്റ. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിസ്ക് റഡാർ പോലെയാണ്. ഇപ്പോൾ പാസ്റ്റ് റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ ആവറേജ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് പെർഫോമൻസ് നിന്ന് ഫണ്ടിന്റെ റിട്ടേൺ എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ഫണ്ടിന്റെ റിട്ടേൺസ് ഒരുപാട് വേരി ചെയ്യുമെന്നാണ്. അത് ഹൈ റിസ്ക് തന്നെയാണ് സൂചിപ്പിക്കുന്നത്.
സോ നമുക്ക് നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ് ഫണ്ടിന്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു ഫണ്ട് സ്റ്റാൻഡേർഡ് ഡിവിഷൻ എന്ന് 12.59%. അതുപോലെ തന്നെ കാറ്റഗറി ആവറേജ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ എന്ന് 13.66%. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? കാറ്റഗറി ആവറേജിന് വെച്ച് നമ്മൾ നോക്കുമ്പോൾ നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ് ഫണ്ട് വോളറ്റിലിറ്റി കുറവാണെന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി നമുക്ക് അടുത്ത റേഷ്യോ നോക്കാം, ഷാർപ്പ് റേഷ്യോ. അപ്പം ആദ്യം എന്താണ് ഷാർപ്പ് റേഷ്യോ എന്നുള്ളത് ഞാൻ പറയാം. മ്യൂച്വൽ ഫണ്ടിൽ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് ഷാർപ്പ് റേഷ്യോ. അതായത് ഇൻവെസ്റ്റേഴ്സ് ഒരു യൂണിറ്റ് റിസ്ക് എടുക്കുമ്പോൾ എത്രത്തോളം എക്സ്ട്രാ റിട്ടേൺസ് അവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് കാണിച്ചു തരുന്ന റേഷ്യോ ആണ് ഇത്. സോ നോർമലി ഷാർപ്പ് റേഷ്യോ കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെറ്റർ റിസ്ക് അഡ്ജസ്റ്റഡ് പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫണ്ടിന്റെ ഷാർപ്പ് റേഷ്യോ എന്ന് 1.22 ആണ്. അതുപോലെ തന്നെ കാറ്റഗറി ആവറേജ് എന്ന് 0.73 ആണ്. അപ്പം ഇതിന്റെ അർത്ഥം എന്താണ്? ഇൻവെസ്റ്റേഴ്സ് എടുക്കുന്ന റിസ്കിന് നല്ല റിട്ടേൺസ് തന്നെ ഈ ഒരു ഫണ്ട് നൽകുന്നുണ്ടെന്നാണ്. അതുപോലെ തന്നെ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഇവർ റിസ്ക് മാനേജ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത റേഷ്യോ സോർട്ടിനോ റേഷ്യോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമോ എന്താണ് ഈ റേഷ്യോ എന്നുള്ളത്? അപ്പോൾ സോർട്ടിനോ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഷാർപ്പ് റേഷ്യോ പോലെ തന്നെയാണ്. ഇപ്പോൾ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് മെഷർ ചെയ്യും, പക്ഷേ ഇത് ഡൗൺ സൈഡ് റിസ്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നത്. അതായത് നഷ്ടം വരാനുള്ള സാധ്യത മാത്രം. അതായത് നഷ്ടം ഒഴിവാക്കിക്കൊണ്ട് ഒരു മ്യൂച്വൽ ഫണ്ട് എത്ര നല്ല രീതിയിൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചു തരും. അപ്പോൾ നോർമലി 1-2 ഇടയ്ക്ക് സോർട്ടിനോ റേഷ്യോ വരുന്നതാണ് ഐഡിയൽ ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ് ഫണ്ട് സോർട്ടിനോ റേഷ്യോ വരുന്നത് 2.2 ആണ്. അതേസമയത്ത് കാറ്റഗറി ആവറേജ് വരുന്നത് 1.28 ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? കോമ്പറ്റേറ്റേഴ്സിനെക്കാളും ഡൗൺ സൈഡ് റിസ്കിൽ ബെറ്റർ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് ഈ ഒരു ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. അടുത്തത് ബീറ്റയാണ്. അപ്പോൾ ബീറ്റ എന്ന് പറഞ്ഞാൽ ബെഞ്ച് മാർക്കിനോട് കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റ് മൂവ്മെന്റിനോടുള്ള ഫണ്ടിന്റെ സെൻസിറ്റിവിറ്റിയാണ് ബീറ്റ മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ ബീറ്റ 1 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? മാർക്കറ്റിനൊപ്പം ഫണ്ട് മൂവ് ചെയ്യുന്നുണ്ടെന്നാണ്. ഇനിയിപ്പോൾ 1 കൂടുതലാണെങ്കിൽ അത് കാണിക്കുന്നത് എന്താണ്? ഹയർ വോളറ്റിലിറ്റി ആണ്. അതുപോലെ തന്നെ 1 കുറവാണെങ്കിൽ കുറവ് വോളറ്റിലിറ്റി ആണ് കാണിക്കുന്നത്. സോ നമ്മൾ നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ് ഫണ്ട് ബീറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് ഇനി നോക്കാം. അപ്പോൾ ഈ ഒരു ഫണ്ട് ബീറ്റ് വരുന്നത് 0.94 ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? മാർക്കറ്റിനേക്കാളും ഫണ്ട് ലെസ് റിസ്കി ആണെന്നാണ്. സോ നമ്മളിപ്പം ഫണ്ടിന്റെ ക്രിട്ടിക്കൽ റേഷ്യോസ് എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ നോക്കാം. അപ്പോൾ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനിടയ്ക്ക് ഫണ്ട് മാനേജേഴ്സ് പോർട്ട്ഫോളിയോ എത്ര ഇടപെട്ടിട്ടാണ് അസറ്റ്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്തതെന്നാണ്. അപ്പോൾ ഇവിടെ നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ് ഫണ്ട് പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ എന്ന് 17% ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? ഫണ്ട് മാനേജേഴ്സ് ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജിയാണ് പ്രിഫർ ചെയ്യുന്നതെന്നാണ്. അതായത് ഇടപെട്ട അസറ്റ്സ് അങ്ങനെ റീബാലൻസ് ചെയ്യുന്നില്ല. ഇനി അടുത്ത ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ ആണ്. അപ്പോൾ ഡയറക്റ്റ് പ്ലാന്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് 0.67 ആണ്. അപ്പം ഇവിടെ ആനുവൽ മെയിൻ്റെനൻസ് ചാർജ് വളരെ കുറവാണ്. ഇനി ഇവിടുത്തെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് റേഷ്യോ മാർക്കറ്റ് അപ്സൈഡ് ആൻഡ് ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ ആണ്. അപ്പം ഇതെന്താന്നുള്ളത് ഞാൻ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പം മാർക്കറ്റ് ക്യാപ്ചർ റേഷ്യോ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് കയറുന്ന ടൈമിൽ അല്ലെങ്കിൽ മാർക്കറ്റ് ഇടിയുമ്പോൾ ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്യാനുള്ള ഫണ്ടിന്റെ കഴിവ് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് ഇത്. അപ്പോൾ ഇത് അപ്സൈഡ് ക്യാപ്ചർ അതുപോലെ തന്നെ ഡൗൺ സൈഡ് ക്യാപ്ചറിൽ കാണിക്കും. അപ്പോൾ നമുക്കിവിടെ ഫോർമുല ഒന്ന് നോക്കാം. അപ്പോൾ അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ ഈസ് ഈക്വൽ ടു ഫണ്ട് റിട്ടേൺ ഡ്യൂറിംഗ് അപ്സൈഡ് മാർക്കറ്റ് ഡിവൈഡഡ് ബൈ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് റിട്ടേൺ ഇൻറ്റു 100. അതുപോലെ തന്നെ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ ഈസ് ഈക്വൽ ടു ഫണ്ട് റിട്ടേൺ ഡ്യൂറിംഗ് ഡൗൺവേർഡ് മാർക്കറ്റ് ഡിവൈഡ് ബൈ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് റിട്ടേൺ ഇൻറ്റു 100 ആണ്. അപ്സൈഡിന്റെ ഐഡിയൽ റേഷ്യോ വരുന്നത് എബോവ് 100 ആണ്. അതുപോലെ തന്നെ ഡൗൺ സൈഡ് ബിലോ 100 ആണ്. അപ്പോൾ ഇത് രണ്ട് സിനാരിയിലും സ്ട്രോങ് പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. ഇനി നമുക്ക് മാർക്കറ്റ് അപ്സ് ആൻഡ് ഡൗൺസിൽ നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ് ഫണ്ട് എങ്ങനെയാണ് പെർഫോം ചെയ്തത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫണ്ട് അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ 111 ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? അപ്വേർഡ് മാർക്കറ്റിൽ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് 10% കയറിയ ഈ ഒരു ഫണ്ട് 11.1% കൂടാം. അതുപോലെ തന്നെ ഇവിടെ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ വരുന്നത് 74 ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? ഡൗൺവേർഡ് മാർക്കറ്റിൽ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് 10% കുറഞ്ഞ ഈ ഒരു ഫണ്ട് 7.4% മാത്രമേ ഇടിയുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു ഫണ്ടിൽ ലംസമായിട്ട് 5000 രൂപ 5 വർഷം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ഇന്ന് അത് എത്ര രൂപ ആയിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമ്മുടെ 5000 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇന്ന് 13,184 രൂപ ആയിട്ടുണ്ടാവും. അതായത് 163.68% കൂടുതൽ. ഇനി നമുക്ക് രണ്ടാമത്തെ ഫണ്ട് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ഫണ്ട് കാനറ റോബിക്യു ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് റിസ്കോമീറ്റർ നോക്കാം. അപ്പോൾ ഈ ഒരു ഫണ്ട് വെരി ഹൈ റിസ്ക് ലെവലാണ് ഉള്ളത്. ഇനി നമുക്ക് ടോപ്പ് 5 സ്റ്റോക്ക് ഹോൾഡിംഗ്സ് നോക്കാം. അപ്പോൾ ടോപ്പ് 5 സ്റ്റോക്ക് ഹോൾഡിംഗ്സ് വരുന്നത് HDFC ബാങ്ക് ലിമിറ്റഡ്, ICICI ബാങ്ക് ലിമിറ്റഡ്, ഇൻഫോസിസ് ലിമിറ്റഡ്, റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ഭാരത് എയർടെൽ ലിമിറ്റഡ് ആണ്. ഇനി ടോപ്പ് 5 സെക്ടേഴ്സ് വരുന്നത് ബാങ്ക്സ്, IT സോഫ്റ്റ്വെയർ, ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ബയോടെക്നോളജി, ഓട്ടോമൊബൈൽസ്, അതുപോലെ പെട്രോളിയം പ്രൊഡക്ട്സ് ആണ്. ഇനി നമുക്ക് ബെഞ്ച് മാർക്ക് അതുപോലെ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഫണ്ട് എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്നുള്ളത് നമുക്ക് നോക്കാം. 1, 3, 5, 7 അതുപോലെ 10 വർഷത്തിൽ ഈ ഒരു ഫണ്ട് കൺസിസ്റ്റന്റ്ലി ബെഞ്ച് മാർക്ക് മറികടന്നിട്ടുണ്ട്. 1, 5, 7 അതുപോലെ 10 വർഷത്തിൽ കോമ്പറ്റേറ്റേഴ്സിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫണ്ട്. ഇനി നമുക്ക് ക്രിട്ടിക്കൽ റേഷ്യോസ് നോക്കാം. അപ്പോൾ ആദ്യം സ്റ്റാൻഡേർഡ് ഡിവിഷൻ. അപ്പോൾ കാനറ റോബിക്യു ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ട് സ്റ്റാൻഡേർഡ് ഡിവിഷൻ വരുന്നത് 11.79% ആണ്. അതേസമയം ഇവിടെ കാറ്റഗറി ആവറേജ് വരുന്നത് 13.66% ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്?
കാറ്റഗറി ആവറേജ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫണ്ടിന്റെ വോളറ്റിലിറ്റി കുറവാണെന്നാണ്. ഇനി ഈ ഒരു ഫണ്ട് ഷാർപ്പ് റേഷ്യോ വരുന്നത് 0.82 ആണ്. കാറ്റഗറി ആവറേജ് വരുന്നത് 0.73 ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? കോമ്പറ്റേറ്റേഴ്സിനെക്കാളും ഒരു ബെറ്റർ റിസ്ക് അഡ്ജസ്റ്റ് റിട്ടേൺസ് ഈ ഒരു ഫണ്ട് നൽകുന്നുണ്ടെന്നാണ്. ഇനി ഈ ഒരു ഫണ്ട് സോർട്ടിനോ റേഷ്യോ വരുന്നത് 1.43 ആണ്. കാറ്റഗറി ആവറേജ് 1.28 ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ബെറ്റർ ഡൗൺ സൈഡ് റിസ്ക് അഡ്ജസ്റ്റ് റിട്ടേൺസ് നൽകാൻ വേണ്ടിയിട്ടുള്ള കഴിവ് ഈ ഒരു ഫണ്ടിനുണ്ടെന്നാണ്. ഇനി ഈ ഒരു ഫണ്ടിന്റെ ബീറ്റ് വരുന്നത് 0.89 ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം ഈ ഒരു ഫണ്ട് മാർക്കറ്റിനേക്കാളും റിസ്ക് കുറവാണെന്നാണ്. ഇനി പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ നോക്കുകയാണെങ്കിൽ 27%. അപ്പോൾ ഇതിന്റെ അർത്ഥം പോർട്ട്ഫോളിയോ നമ്മൾ ഫ്രീക്വന്റ് റീബാലൻസ് ചെയ്യുന്നില്ല എന്നാണ്. ഇനി ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.48%. ഇനി നമുക്ക് അടുത്ത് മാർക്കറ്റ് അപ്സൈഡ് ആൻഡ് ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ നോക്കാം. അപ്പോൾ ഈ ഒരു ഫണ്ട് അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ വരുന്നത് 97 ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം ബുള്ളിഷ് മാർക്കറ്റിൽ ഈ ഒരു ഫണ്ടിന് ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നാണ്. അതായത് ബെഞ്ച് മാർക്ക് 10% കയറിയപ്പോൾ ഫണ്ട് 9.7% മാത്രമേ കയറിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ വരുന്നത് 85 ആണ്. അതായത് ഡൗൺവേർഡ് മാർക്കറ്റിൽ ഈ ഒരു ഫണ്ട് ലോസ് ഒഴിവാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ ബെഞ്ച് മാർക്ക് 10% കുറഞ്ഞപ്പോൾ ഫണ്ട് 8.5% മാത്രമേ താഴെ പോയിട്ടുള്ളൂ. ഇനി നമുക്കൊരു 5000 രൂപ 5 വർഷം മുമ്പ് ഈ ഒരു ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എത്ര രൂപ ആയിട്ടുണ്ടാവുന്നുള്ളത് നോക്കാം. അപ്പോൾ 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഇന്ന് 12,385 രൂപ ആയിട്ടുണ്ടായിരുന്നേ. അതായത് 147.70% കൂടി. സോ ഇതാണ് ലാർജ് ക്യാപ് കാറ്റഗറി. ഇനി നമുക്ക് മിഡ് ക്യാപ് കാറ്റഗറി നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ റിട്ടേണിന്റെ ബേസിലും അതുപോലെ തന്നെ AMFI ഒഫീഷ്യൽ ഡേറ്റ പ്രകാരം 2 ടോപ്പ് മിഡ് ക്യാപ് ഫണ്ട്സ് വരുന്നത് മോത്തിലാൽ ഓസ്വാൾ മിഡ് ക്യാപ് ഫണ്ട് അതുപോലെ തന്നെ എഡിൽവൈസ് മിഡ് ക്യാപ് ഫണ്ട് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് മോത്തിലാൽ ഓസ്വാൾ മിഡ് ക്യാപ് ഫണ്ട് നോക്കാം. അപ്പോൾ ഈ ഒരു ഫണ്ട് റിസ്കോമീറ്റർ നോക്കുകയാണെങ്കിൽ വെരി ഹൈ റിസ്ക് ലെവലാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ടോപ്പ് 5 സ്റ്റോക്ക് ഹോൾഡിംഗ്സ് നോക്കാം. അപ്പോൾ ടോപ്പ് 5 സ്റ്റോക്ക് ഹോൾഡിംഗ്സ് വരുന്നത് കോഫോർജ് ലിമിറ്റഡ്, കല്യാൺ ജുവലേഴ്സ്, പോളിക്യാബ് ഇന്ത്യ ലിമിറ്റഡ്, ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ്, പെർസിസ്റ്റന്റ് സിസ്റ്റം ലിമിറ്റഡ് ആണ്. ഈ ടോപ്പ് 5 സെക്ടേഴ്സ് വരുന്നത് ടെക്നോളജി, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഓട്ടോമൊബൈൽസ്, ഓട്ടോ കോമ്പോണൻസ് അതുപോലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ആണ്. ഇനി നമുക്ക് ബെഞ്ച് മാർക്ക് അതുപോലെ കോമ്പറ്റേറ്റേഴ്സ് അഗൈൻസ്റ്റ് ആയിട്ട് നമുക്ക് പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മോത്തിലാൽ ഓസ്വാൾ മിഡ് ക്യാപ് ഫണ്ട് ബെഞ്ച് മാർക്ക് അതുപോലെ കോമ്പറ്റേറ്റേഴ്സിനെ 1, 3, 5, 7 അതുപോലെ 10 വർഷത്തിൽ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി ക്രിട്ടിക്കൽ റേഷ്യോസ് നമുക്ക് നോക്കാം. അപ്പോൾ ഫണ്ട് സ്റ്റാൻഡേർഡ് ഡിവിഷൻ വരുന്നത് 15.46%, കാറ്റഗറി ആവറേജ് 14.68%. അതായത് കാറ്റഗറി ആവറേജ് വെച്ച് നോക്കുമ്പോൾ ഫണ്ടിന് വോളറ്റിലിറ്റി കുറവാണ്. ഇനി അടുത്ത് ഷാർപ്പ് റേഷ്യോ. അപ്പോൾ ഫണ്ട് ഷാർപ്പ് റേഷ്യോ വരുന്നത് 1.75 ആണ്. കാറ്റഗറി ആവറേജ് 1.13. അപ്പോൾ ഇതിന്റെ അർത്ഥം കോമ്പറ്റേറ്റേഴ്സിനെക്കാളും ഒരു ബെറ്റർ റിസ്ക് അഡ്ജസ്റ്റ് റിട്ടേൺസ് നൽകാൻ ഈ ഒരു ഫണ്ട് കഴിയുന്നുണ്ട്. അടുത്ത സോർട്ടിനോ റേഷ്യോ ആണ്. അപ്പോൾ ഈ ഒരു ഫണ്ട് റേഷ്യോ വരുന്നത് 3.25 ആണ്. കാറ്റഗറി ആവറേജ് 1.95. അപ്പോൾ ഇതിന്റെ അർത്ഥം കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ബെറ്റർ റിസ്ക് അഡ്ജസ്റ്റ് റിട്ടേൺസ് നൽകാൻ വേണ്ടിയുള്ള കഴിവുണ്ട് ഈ ഫണ്ട്. ഇത് ബീറ്റ് ആണ്. അപ്പോൾ ഫണ്ടിന്റെ ബീറ്റ് വരുന്നത് 0.84 ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം മാർക്കറ്റിനേക്കാളും ഫണ്ടിന് റിസ്ക് കുറവാണെന്നാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ ആണ്. അപ്പോൾ ഫണ്ട് പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ വരുന്നത് 1.33 ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം ഫണ്ട് മാനേജേഴ്സ് ആക്റ്റീവ്ലി ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്നുണ്ടെന്നാണ്. അതായത് അവർ പോർട്ട്ഫോളിയോയിൽ ഫ്രീക്വന്റ് അസറ്റ്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ്. ഇനി അടുത്ത ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ പെർ ആനം 0.57% ആണ്. ഇനി നമുക്ക് ക്യാപ്ചർ റേഷ്യോസ് നോക്കാം. അപ്പോൾ മോത്തിലാൽ ഓസ്വാൾ മിഡ് ക്യാപ് ഫണ്ട് അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ വരുന്നത് 99 ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം അപ്വേർഡ് മാർക്കറ്റിൽ ബെഞ്ച് മാർക്ക് 10% കയറുമ്പോൾ ഫണ്ട് 9.9% മാത്രമേ കയറുന്നുള്ളൂ. ഇനി ഇവിടെ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ വരുന്നത് 77 ആണ്. അപ്പോൾ ഇതൊരു നല്ല കാര്യം തന്നെയാണ്. കാരണം മാർക്കറ്റ് ഇടിയുമ്പോൾ അതായത് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് 10% ഇടിയുമ്പോൾ ഫണ്ട് 7.7% മാത്രമേ ഇടിയുന്നുള്ളൂ. ഇനി ഈ ഒരു ഫണ്ടിലേക്ക് 5 വർഷം മുമ്പ് 5000 രൂപ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എത്ര രൂപ ആയിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്തതിന് 22,115 രൂപയായനെ. അതായത് 342.3% കൂടിയേനെ. സോ ഇതാണ് മോത്തിലാൽ ഓസ്വാൾ മിഡ് ക്യാപ് ഫണ്ട്. ഇനി നമുക്ക് അടുത്ത ഫണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത ഫണ്ട് എഡൽവൈസ് മിഡ് ക്യാപ് ഫണ്ട് ആണ്. അപ്പോൾ ഈ ഒരു ഫണ്ടിന് വെരി ഹൈ റിസ്ക് ലെവലാണുള്ളത്. അപ്പോൾ ടോപ്പ് 5 സ്റ്റോക്ക് ഹോൾഡിംഗ്സ് വരുന്നത് പെർസിസ്റ്റന്റ് സിസ്റ്റംസ് ലിമിറ്റഡ്, ഡിക്സൺ ടെക്നോളജീസ് ലിമിറ്റഡ്, ലുപ്പിൻ ലിമിറ്റഡ്, PB ഫിൻടെക് ലിമിറ്റഡ്, ഫെഡറൽ ബാങ്ക് ലിമിറ്റഡ് ആണ്. ഇനി ടോപ്പ് 5 സെക്ടർ ഹോൾഡിംഗ്സ് വരുന്നത് ഫൈനാൻഷ്യൽ സർവീസസ്, ക്യാപിറ്റൽ ഗുഡ്സ്, ഹെൽത്ത് കെയർ, ഇൻഫർമേഷൻ ടെക്നോളജി, ഓട്ടോമൊബൈൽ ആൻഡ് ഓട്ടോ കമ്പോണൻസ്. ഇനി നമുക്ക് ഈ ഒരു ഫണ്ടിന്റെ പെർഫോമൻസ് അവരുടെ കോമ്പറ്റേറ്റേഴ്സ് അതിൽ ബെഞ്ച് മാർക്കായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എഡൽവൈസ് മിഡ് ക്യാപ് ഫണ്ട് 1, 3, 5, 7 അതുപോലെ 10 വർഷത്തിൽ ബെഞ്ച് മാർക്ക് അതുപോലെ കോമ്പറ്റേറ്റേഴ്സിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്രിട്ടിക്കൽ റേഷ്യോസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഫണ്ടിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നത് 14.56% ആണ്. കാറ്റഗറി ആവറേജ് വരുന്നത് 14.68%. അപ്പോൾ ഇതിന്റെ അർത്ഥം കാറ്റഗറി ആവറേജിനേക്കാളും ഫണ്ടിന് വോളറ്റിലിറ്റി കുറവാണെന്നാണ്. ഇനി അടുത്ത ഷാർപ്പ് റേഷ്യോ ആണ്. അപ്പോൾ ഫണ്ട് ഷാർപ്പ് റേഷ്യോ വരുന്നത് 1.39 ആണ്. കാറ്റഗറി ആവറേജ് 1.13. അപ്പോൾ ഇതിന്റെ അർത്ഥം ഫണ്ട് കോമ്പറ്റേറ്റേഴ്സിനേക്കാളും ബെറ്റർ റിസ്ക് അഡ്ജസ്റ്റ് റിട്ടേൺസ് നൽകിയിട്ടുണ്ടെന്നാണ്.
അപ്പോൾ ഫണ്ടിന്റെ സോർട്ടിനോ റേഷ്യോ വരുന്നത് 2.52 ആണ്. കാറ്റഗറി ആവറേജ് 1.95. അപ്പോൾ ഇതിന്റെ അർത്ഥം കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ബെറ്റർ ഡൗൺ സൈഡ് റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് നൽകാൻ വേണ്ടി ഈ ഒരു ഫണ്ട് കഴിയുമെന്നാണ്. അപ്പോൾ ഫണ്ട് ബീറ്റ് വരുന്നത് 0.9 ആണ്. അപ്പോൾ മാർക്കറ്റിനേക്കാളും ഫണ്ടിന് റിസ്ക് കുറവെന്നാണ് ഇതിന്റെ അർത്ഥം. അടുത്തത് പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ ആണ്. അപ്പോൾ ഈ ഒരു ഫണ്ട് പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ വരുന്നത് 0.49 ആണ്. അപ്പോൾ ഫണ്ട് അടുപ്പിച്ച് റീബാലൻസിങ് ചെയ്യുന്നില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി ഡയറക്ട് പ്ലാന്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.4%. ഇനി ക്യാപ്ചർ റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ എഡൽവൈസ് മിഡ് ക്യാപ് ഫണ്ട് അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ വരുന്നത് 101 ആണ്. അതായത് അവേർഡ് മാർക്കറ്റിൽ ബെഞ്ച് മാർക്ക് 10% കൂടുമ്പോൾ ഫണ്ട് 10.1% കൂടുന്നുണ്ടെന്നാണ്. അത് നല്ലൊരു സൈൻ തന്നെയാണ്. ഇനിയിപ്പോൾ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ വരുന്നത് 87 ആണ്. അതായത് ഡിക്ലൈനിങ് മാർക്കറ്റിൽ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് 10% ഇടിയുമ്പോൾ ഫണ്ട് 8.7% മാത്രമേ ഇടിയുന്നുള്ളൂ. ഇനിയിപ്പോൾ ഒരു 5000 രൂപ ഈ ഒരു ഫണ്ടിലേക്ക് ലംസമായിട്ട് 5 വർഷം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എത്ര രൂപ ആയിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ 5000 രൂപ വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് 20,243 രൂപ ആയിട്ടുണ്ടായേനെ. അതായത് 304.86% കൂടിയിട്ടുണ്ടാവും. സോ ഇതാണ് ഇന്നത്തെ ടോപ്പ് 2 മിഡ് ക്യാപ് ഫണ്ട്സ്. ഇനി നമുക്ക് സ്മോൾ ക്യാപ് ഫണ്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിൽ ഹയസ്റ്റ് റിട്ടേൺസ് അതുപോലെ AMFI ഒഫീഷ്യൽ ഡേറ്റ പ്രകാരം ടോപ്പ് 2 സ്മോൾ ക്യാപ് ഫണ്ട്സ് വരുന്നത് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് അതുപോലെ SBI സ്മോൾ ക്യാപ് ഫണ്ട് ആണ്. അപ്പോൾ ആദ്യം നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ആണ് നമുക്ക് നോക്കാം. അപ്പോൾ റിസ്കോമീറ്ററിൽ നോക്കുകയാണെങ്കിൽ വെരി ഹൈ റിസ്ക് ആണ് കാണിക്കുന്നത്. ഇനി ടോപ്പ് 5 സ്റ്റോക്ക് ഹോൾഡിംഗ്സ് വരുന്നത് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, HDFC ബാങ്ക് ലിമിറ്റഡ്, ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, അബാർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, കിർലോസ്കർ ബ്രദർ ലിമിറ്റഡ് ആണ്. ഇപ്പോൾ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ടോപ്പ് 5 സെക്ടർ അലോക്കേഷൻ വരുന്നത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ്, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഓട്ടോ കമ്പോണൻസ് അതുപോലെ ബാങ്ക്സ് ആണ്. ഇനി നമുക്ക് ബെഞ്ച് മാർക്ക് അതുപോലെ കോമ്പറ്റേറ്റേഴ്സിന് എഗ്നസ്റ്റ് ആയിട്ട് ഫണ്ടിന്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഫണ്ട് കഴിഞ്ഞ 1, 3, 5, 7 അതുപോലെ 10 വർഷ പീരീഡിൽ ബെഞ്ച് മാർക്ക് അതുപോലെ കോമ്പറ്റേറ്റേഴ്സിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കൊന്ന് ക്രിട്ടിക്കൽ റേഷ്യോസ് നോക്കിയിട്ടൊന്ന് വിലയിരുത്താം. അപ്പോൾ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നത് 14.96% ആണ്. കാറ്റഗറി ആവറേജ് 15.33%. അപ്പോൾ ഇതിന്റെ അർത്ഥം കാറ്റഗറി ആവറേജിനേക്കാളും ഫണ്ടിന് വോളറ്റിലിറ്റി കുറവാണെന്നാണ്. ഇനി അടുത്ത ഷാർപ്പ് റേഷ്യോ ആണ്. അപ്പോൾ ഫണ്ട് ഷാർപ്പ് റേഷ്യോ വരുന്നത് 1.46 ആണ്. കാറ്റഗറി ആവറേജ് 1.15. അപ്പോൾ ഇതിന്റെ അർത്ഥം കോമ്പറ്റേറ്റേഴ്സിനേക്കാളും ഒരു ബെറ്റർ റിസ്ക് അഡ്ജസ്റ്റ് റിട്ടേൺസ് നൽകാൻ ഫണ്ടിന് കഴിയുന്നുണ്ടെന്നാണ്. ഇനി ഫണ്ട് സോർട്ടിനോ റേഷ്യോ വരുന്നത് 2.50 ആണ്. കാറ്റഗറി ആവറേജ് 2.01 ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ബെറ്റർ ഡൗൺ സൈഡ് റിസ്ക് അഡ്ജസ്റ്റ് റിട്ടേൺസ് നൽകാൻ വേണ്ടിയിട്ട് ഫണ്ടിന് കഴിയുന്നുണ്ട്. ഇനി ഫണ്ടിന്റെ ബീറ്റ വരുന്നത് 0.82 ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം മാർക്കറ്റിനേക്കാളും ഫണ്ടിന് റിസ്ക് കുറവാണെന്നാണ്. ഇനി നമ്മൾ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ നമുക്ക് നോക്കാം. അപ്പോൾ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ വരുന്നത് 0.23 ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം അടുപ്പിച്ച് ഫണ്ട് റീബാലൻസ് ചെയ്യുന്നില്ല എന്നാണ്. ഇനിയിപ്പോൾ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് പ്ലാന്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.68% ആണ്. ഇനി നമുക്ക് ക്യാപ്ചർ റേഷ്യോ നമുക്ക് നോക്കാം. അപ്പോൾ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ വരുന്നത് 101 ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം അപ്വേർഡ് മാർക്കറ്റിൽ ബെഞ്ച് മാർക്ക് 10% കയറുമ്പോൾ ഫണ്ട് 10.1% കയറുമെന്നാണ്. അപ്പം അത് നല്ലൊരു സൈൻ തന്നെയാണ്. ഇനിയിപ്പോൾ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ വരുന്നത് 80 ആണ്. അതായത് ഡിക്ലൈനിങ് മാർക്കറ്റിൽ ഇപ്പോൾ ബെഞ്ച് മാർക്ക് 10% ഇടിയുവാണെങ്കിൽ ഫണ്ട് 8% മാത്രമേ ഇടിയുന്നുള്ളൂ. ഈ ഒരു ഫണ്ടിൽ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് നിർത്തി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് SIP എമൗണ്ട് നോക്കാം. അപ്പോൾ 5000 രൂപ വെച്ച് എല്ലാ മാസവും 5 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അത് എത്ര രൂപ ആയിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ മന്ത്ലി 5000 രൂപ വെച്ച് 5 വർഷത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ടോട്ടൽ 3 ലക്ഷം രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിന്നിപ്പം 7,55,320 രൂപ ആയിട്ടുണ്ടായിരുന്നേനെ. അതായത് 151.77% കൂടിയേനെ. ഇനി സെക്കൻഡ് ഫണ്ട് SBI സ്മോൾ ക്യാപ് ഫണ്ടാണ്. അപ്പോൾ ഈ ഒരു ഫണ്ട് റിസ്കോമീറ്റർ നോക്കുകയാണെങ്കിൽ വെരി ഹൈ റിസ്ക് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫണ്ട് ടോപ്പ് 5 സ്റ്റോക്ക് ഹോൾഡിംഗ്സ് വരുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണുന്നത് ഫിനോലെക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ബ്ലൂ സ്റ്റാർ ലിമിറ്റഡ്, കൽപാത്രോ പ്രൊജക്ട് ഇന്റർനാഷണൽ ലിമിറ്റഡ്, GT&D ഇന്ത്യ ലിമിറ്റഡ്, ഡോംസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. ഇനി നമുക്ക് ടോപ്പ് 5 സെക്ടർ ഹോൾഡിംഗ്സ് നോക്കാം. ഇപ്പോൾ ടോപ്പ് 5 സെക്ടർ ഹോൾഡിംഗ്സ് വരുന്നത് ക്യാപിറ്റൽ ഗുഡ്സ്, ഫൈനാൻഷ്യൽ സർവീസസ്, കൺസ്യൂമർ സർവീസസ്, കൺസ്യൂമർ ഡ്യൂറബിൾസ് അതുപോലെ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സും ആണ്. ഇനി നമുക്ക് കഴിഞ്ഞ 10 വർഷത്തിൽ ഫണ്ടിന്റെ പെർഫോമൻസ് ബെഞ്ച് മാർക്ക് അതുപോലെ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ 7 അതുപോലെ 10 വർഷത്തിൽ SBI സ്മോൾ ക്യാപ് ഫണ്ട് ബെഞ്ച് മാർക്കിന് മറികടന്നിട്ടുണ്ട്. പക്ഷേ കോമ്പറ്റേറ്റേഴ്സിന് കഴിഞ്ഞ 10 വർഷത്തിൽ മാത്രമേ മറികടക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ. സോ 1, 3 അതുപോലെ 5 വർഷ പീരീഡിൽ എന്തുകൊണ്ടാണ് അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയാതിരുന്നത്? അപ്പം ഇതിൻ്റെ ഒരു കാരണം ഇതാവാം. കാറ്റഗറി ആവറേജിൽ 5.42% ലാർജ് ക്യാപ് അലോക്കേഷൻ ഉള്ളപ്പം ഈ ഒരു ഫണ്ടിന് 0 അലോക്കേഷൻ ആണ് ലാർജ് ക്യാപ് ഫണ്ടിലേക്ക് ഉള്ളത്. സോ ഇത് കാരണം ബെഞ്ച് മാർക്ക് അതുപോലെ തന്നെ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ പെർഫോമൻസിനെ അത് ബാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കുറച്ച് ക്രിട്ടിക്കൽ റേഷ്യോസ് നോക്കാം. അപ്പോൾ SBI സ്മോൾ ക്യാപ് ഫണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നത് 12.64% ആണ്. കാറ്റഗറി ആവറേജ് 15.33%. അപ്പോൾ ഇതിന്റെ അർത്ഥം കാറ്റഗറി ആവറേജിനേക്കാളും ഫണ്ടിന് റിസ്ക് കുറവാണെന്നാണ്.
ഇനി ഫണ്ടിന്റെ ഷാർപ്പ് റേഷ്യോ വരുന്നത് 1.12 ആണ്. അതേസമയത്ത് കാറ്റഗറി ആവറേജ് 1.15. അപ്പോൾ ഇതിന്റെ അർത്ഥം കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫണ്ട് ബെറ്റർ റിസ്ക് അഡ്ജസ്റ്റ് റിട്ടേൺസ് നൽകാൻ സാധിച്ചിട്ടില്ല എന്നാണ്. ഇനി സോർട്ടിനോർ റേഷ്യോ വരുന്നത് 1.97 ആണ്. കാറ്റഗറി ആവറേജ് വരുന്നത് 2.01 ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ബെറ്റർ ഡൗൺ സൈഡ് റിസ്ക് അഡ്ജസ്റ്റ് റിട്ടേൺസ് നൽകാൻ ഈ ഒരു ഫണ്ടിന് സാധിച്ചിട്ടില്ല. ഇനി ഈ ഒരു ഫണ്ട് ബീറ്റ് വരുന്നത് 0.66 ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം മാർക്കറ്റിനേക്കാളും ഈ ഒരു ഫണ്ടിന് റിസ്ക് കുറവാണെന്നാണ്. ഇനി നമുക്ക് പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ നോക്കാം. അപ്പോൾ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ വരുന്നത് 0.83 ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം ഈ ഒരു ഫണ്ട് ഫ്രീക്വന്റ്ലി റീബാലൻസ് ചെയ്യുന്നുണ്ടെന്നാണ്. ഇനി SBI സ്മോൾ ക്യാപ് ഫണ്ട് എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.66%. ഇനി മാർക്കറ്റ് ക്യാപ്ചർ റേഷ്യോ നോക്കാം. അപ്പോൾ SBI സ്മോൾ ക്യാപ് ഫണ്ട് അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ വരുന്നത് 91 ആണ്. അതായത് അപ്വേർഡ് മാർക്കറ്റിൽ ബെഞ്ച് മാർക്ക് 10% കൂടുമ്പോൾ ഫണ്ട് 9.1% മാത്രമേ കൂടുന്നുള്ളൂ എന്നാണ്. ഇനി ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ വരുന്നത് 67 ആണ്. അതായത് ഡിക്ലൈനിങ് മാർക്കറ്റിൽ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് 10% ഇടിയുമ്പോൾ ഫണ്ട് 6.7% മാത്രമേ ഇടിയുന്നുള്ളൂ. ഈ ഒരു ഫണ്ടും ലംസം ഇൻവെസ്റ്റിംഗ് നിർത്തിയതുകൊണ്ട് കഴിഞ്ഞ 5 വർഷത്തിൽ 5000 രൂപ വെച്ച് മാസം നമ്മൾ SIP ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എത്ര ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. 5000 രൂപ വെച്ച് എല്ലാ മാസവും 5 വർഷത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ടോട്ടൽ 3 ലക്ഷം രൂപയായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിന്ന് 5,98,226 രൂപയാണ്. അതായത് 99.41% കൂടിയേനെ. സോ ഇതാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച ടോപ്പ് 2 ലാർജ് മിഡ് അതുപോലെ തന്നെ സ്മോൾ ക്യാപ് ഫണ്ടുകൾ. സോ നമ്മൾ ഇന്നിപ്പോൾ വീഡിയോയുടെ എൻഡ് പാർട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ കൺക്ലൂഡ് ചെയ്ത് പറയാനുള്ള കാര്യം ഇതാണ്. നമ്മുടെ ഫൈനാൻഷ്യൽ ഗോൾ അതുപോലെ നമ്മുടെ റിസ്ക് ടോളറൻസ് ഒക്കെ അനുസരിച്ച് ലാർജ് മിഡ് അതുപോലെ സ്മോൾ ക്യാപ് ഫണ്ടിൽ നിന്ന് നമ്മൾ ഫണ്ട് സെലക്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ ലാർജ് ക്യാപ്പിൽ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ കുറവ് റിസ്കിൽ ഒരു സ്റ്റഡി ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് സെലക്ട് ചെയ്യാവുന്ന 2 ലാർജ് ക്യാപ് ഫണ്ടാണ് നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ് ഫണ്ട് അതുപോലെ കാനറ റോബിക്യു ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ട്. അപ്പോൾ കൺസിസ്റ്റന്റ് പെർഫോമൻസ് കാണിച്ചിട്ടുള്ള 2 ഫണ്ട്സ് തന്നെയാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് ഒരു മോഡറേറ്റ് റിസ്കിൽ ഒരു ഹൈ റിട്ടേൺസ് ഒക്കെ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് നോക്കാവുന്ന 2 മിഡ് ക്യാപ് ഫണ്ടാണ് മോത്തിലാൽ ഓസ്വാൾ മിഡ് ക്യാപ് ഫണ്ട് അതുപോലെ എഡിൽവൈസ് മിഡ് ക്യാപ് ഫണ്ട്. സോ മിഡ് സൈസ് കമ്പനികളുടെ പെർഫോമൻസ് ക്യാപിറ്റലൈസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലതാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് എമേർജിംഗ് കമ്പനികളുടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമ്മൾ സ്മോൾ ക്യാപ് കാറ്റഗറിയിൽ ഹൈ റിസ്ക് അതുപോലെ തന്നെ ഹൈ റിട്ടേൺസ് ഓഫർ ചെയ്യുന്ന 2 ഫണ്ടുകളാണ് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് അതുപോലെ SBI സ്മോൾ ക്യാപ് ഫണ്ട്. അപ്പോൾ മാർക്കറ്റ് വോളറ്റിലിറ്റി ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് നല്ല റിട്ടേൺസ് ഓഫർ ചെയ്യുന്ന ഫണ്ടാണ് ഇത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് അതുപോലെ സെക്ടർ ഹോൾഡിംഗ്സ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഷാർപ്പ് റേഷ്യോ, മാർക്കറ്റ് ക്യാപ്ചർ റേഷ്യോ ഒക്കെ നമ്മൾ ഓരോ ഫണ്ടിനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഓരോ ഫണ്ടിലും നിങ്ങൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഇന്ന് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്ത എല്ലാം സ്ട്രോങ് പൊട്ടൻഷ്യലുള്ള ഫണ്ടുകളാണ്. പക്ഷേ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോളും റിസ്ക് ടോളറൻസും അതുപോലെ ടൈം ഹൊറിസോണൊക്കെ അനുസരിച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ തീരുമാനം ഇവിടെ എടുക്കാൻ. അപ്പം അത് നമുക്കിവിടെ നമ്മൾ എടുത്തു പറയുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറിനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഡിസിഷനൊക്കെ എടുക്കാവുന്നതാണ്. സോ 2025 അതുപോലെ മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ വർഷത്തേക്കുള്ള നിങ്ങളുടെ ഫൈനാൻഷ്യൽ ജേർണിയൊക്കെ നല്ലതാവട്ടെ എന്ന് നമ്മൾ ഇപ്പോഴേ ആശംസിക്കുവാണ്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ചാനൽ കോണ്ടന്റ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Mutual fund investments are subject to market risks. Read all scheme-related documents carefully.